ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് നമ്മുടെ ജ്വല്ലറി ഷോപ്പിൽ പിന്നെ ഒരു നല്ല ജോലി കൊടുക്കണമെന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. സ്വീകരണം കണ്ടാൽ തോന്നുന്നു രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്നവരാണ്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്നവരാ. കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം നാട്ടിലെത്തിയൊരു വാർത്ത എല്ലാവരും വളരെ സന്തോഷപൂർവ്വമായിട്ട് എടുത്തൊരു കാര്യമാണ്. ആ ഒരു പെരുന്നാളിന് ആ ഒരു ഉമ്മയ്ക്ക് കിട്ടാവുന്നതിലപ്പുറത്തുള്ള ഒരു സന്തോഷമാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ഉമ്മയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. 20 വർഷത്തിന് ശേഷം അദ്ദേഹം പുറം ലോകം തന്നെ കണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ഉമ്മയുടെ സന്തോഷമോ കണ്ണുനീരോ പോലും കാണാണ്ട് ചില ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതികരണ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നന്ദി അറിയുമോ? വലിയൊരു 20 വർഷമാണ് പിന്നിട്ടത്. സ്വീകരണം കണ്ടാൽ തോന്നുന്നു രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്നവരാണ്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്നവരാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ട് ഇനി ജീവിക്കണ്ടേ. എന്തൊരു മനുഷ്യരല്ലേ, ഗവൺമെന്റ് ജോലി കൊടുക്കുക, എന്തോ വലിയൊരു കാര്യം ചെയ്തിട്ട് വന്നതല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഉമ്മയുടെ കണ്ണുനീര്, ആ ഉമ്മയ്ക്ക് മരണപ്പെടുന്നതിന് മുന്നെങ്കിലും തന്റെ മകനെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നടന്നത്. ഇതിന്റെ ഒപ്പം ബോച്ചയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ബോച്ചയാണ് ഇതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഇതുപോലെയൊക്കെയുള്ള മത ചിന്ത മാത്രം മനസ്സിൽ വെച്ചിട്ട് അതുപോലെ രീതിയിൽ പെരുമാറുന്ന കുറച്ച് ആൾക്കാർ എന്തായാലും ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന നന്മ എന്തെന്ന് പറഞ്ഞാല് ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ? ഒന്നുകിൽ ആ ഒരു ഉമ്മ, ഇത്രയും പ്രായമായിട്ടുള്ള ഒരു ഉമ്മയാണ്, തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് 20 വർഷത്തോളം കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ആ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും വിരാമമായിട്ടുള്ളത്. അങ്ങനെ ഉമ്മ ആ ഒരു മകനെ 20 വർഷത്തിന് ശേഷം പെരുന്നാൾ ദിനത്തില് കാണുന്നൊരു സന്തോഷമാണ്. അതിന് പോലും മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്ന ആൾക്കാരെ എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സൗദിയിൽ 2 മാസമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഡിസബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയെ നോക്കാനായിരുന്നു അദ്ദേഹത്തിന് ജോലി. ആ ഒരു കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, ആ കുട്ടി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവുക, അതൊക്കെയാണ് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് സിഗ്നൽ വന്നപ്പോഴത്തേക്ക് വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ റൂൾസ് തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം അവിടെ സിഗ്നൽ നിർത്തി. ഉടനെ ഈ ഒരു പയ്യൻ എന്ത് ചെയ്തു, ആ ഒരു അബ്ദുൾ റഹീമിന്റെ മുഖത്തേക്ക് കാറി തുപ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കാർ തുപ്പുന്ന സമയത്ത് അദ്ദേഹം കൈ കൊണ്ട് തടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ കുട്ടിയുടെ കഴുത്തിലൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ട്യൂബിൽ കൈ തട്ടി ആ ട്യൂബ് അങ്ങ് അറ്റുപോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ബോധം കെട്ടു, പിന്നെ മരണപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു കാരണം. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെ ഒരു മനുഷ്യന് പറ്റുന്ന ഒരു തെറ്റാണ്. അതിനെയാണ് ഇത്രയുള്ള രീതിയിൽ ഇങ്ങനെ വളരെ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എടുക്കുന്നത്. മനുഷ്യനാണ്, ഏത് സമയം എന്തും സംഭവിക്കാം, എന്ത് അബദ്ധവും സംഭവിക്കാം, അത് മനുഷ്യന്റെ കയ്യിൽ നിന്നാണ്. പക്ഷെ എല്ലാ അബദ്ധത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇതുപോലെ അറിയാണ്ട് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. അറിയാണ്ട് പറ്റുപോയ ഒരു കൊലപാതകം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഉമ്മയ്ക്ക് സന്തോഷമായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ആ ഒരു പെരുന്നാൾ ദിനം. ഞങ്ങളിവിടെ വന്നത് എല്ലാ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും എങ്ങനെയാണ് ആരെല്ലാം ഉൾപ്പെടുത്തണം എനിക്കറിയില്ല. എല്ലാവർക്കും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പേര് വിട്ടുപോകും. എല്ലാവർക്കും, നാട്ടിലെയും വിദേശത്തുള്ള എല്ലാവർക്കും, എൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇതെല്ലാ സാഹചര്യം ഒരുക്കി തന്നെ എല്ലാവർക്കും. ഇന്ന് പെരുന്നാളാണ്, ഇന്നാണ് ശരിക്കുള്ള പെരുന്നാൾ. ബിരിയാണി പോരാ, മന്തി വേണം. അദ്ദേഹം ഈ ഒരു 20 വർഷക്കാലം എങ്ങനെ ആ ഒരു തുറങ്കല്ല് സ്വന്തം മാതാവിനെ പോലും കാണാൻ പറ്റാണ്ടുള്ള അവസ്ഥയിൽ കിടന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. പല തവണ ആ ഒരു ഉമ്മ തന്റെ മകനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. സങ്കടത്തോടെ തിരിച്ചു വരും. ആ ഒരു ഉമ്മയുടെ കണ്ണുനീര് തന്നെയാണ് ഇന്ന് ആ ഒരു മകൻ ഇന്ന് ഈ ഒരു നാട്ടിൽ തിരിച്ചെത്താനും ഉള്ളൊരു വലിയ കാര്യം. ലോക മലയാളികൾക്കും എന്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും കോച്ച് അഷ്റഫ് സിദ്ദീഖ് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിന്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും
എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആദ്യമായി ഉമ്മയുടെ അത്രയും ആ ഒരു ഉമ്മയുടെ കൂടെ ആ ഒരു അദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു വക്കീൽ കാണുമല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഇതിന്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾക്കായിട്ടും ഒന്നൊരു സന്തോഷത്തിൽ ആ മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി ഓരോരുത്തർ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പുള്ള വീഡിയോസും കുത്തിത്തിരിപ്പുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് വരികയാണ്. എന്ത് മനുഷ്യരല്ലേ ഇവരൊക്കെ. നമുക്കറിയാം ബോച്ച ഇതിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞത് മുതൽ ഇപ്പോഴും ഇന്ന് ഈ നിമിഷം വരെ ബോച്ചെ അവരുടെ ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് നമ്മുടെ ജ്വല്ലറി ഷോപ്പില് പിന്നെ ഒരു നല്ല ജോലി കൊടുക്കണമെന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം അകത്ത് കിടന്നാൽ 20 വർഷം ഇനി കല്യാണം കഴിച്ച് പുറത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പുള്ളിക്കുണ്ടാവില്ല ഒരുപാട് ഇതൊക്കെ. I am not. Everybody is great in the world. No, all are born to die. All are human beings. അപ്പൊ എല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിച്ചു, ഒന്നായിട്ട് നിന്നു. പറയുന്നത് അദ്ദേഹത്തിന്റെ ജ്വല്ലറി തന്നെ അദ്ദേഹത്തിന് ജോലി കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇനി കല്യാണം കഴിപ്പിക്കണമെങ്കിൽ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലതുപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാരണം അദ്ദേഹത്തിന് ഇനിയും ജീവിക്കണം. അദ്ദേഹം പോയ സമയത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. 20 വർഷത്തിന് മുന്നേ അദ്ദേഹം എങ്ങനെയായിരുന്നായിരിക്കാം. 20 വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ എങ്ങനെയായിരിക്കാം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൗവനം ഒക്കെ നഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. നമുക്ക് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന തെറ്റ് നമുക്ക് ഒരിക്കലും എത്ര ഇനി സത്യമാണെന്ന് പറഞ്ഞാലും അവർ കള്ളത്തിലാണെന്നേ പറയത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു ലോകത്തുള്ളത്. അപ്പം അതിൽ നിന്നും മെച്ചപ്പെട്ട അദ്ദേഹത്തിന് എന്തോ ആ ഉന്മയുടെ കണ്ണുനീര് കൊണ്ട് അദ്ദേഹത്തിന് പുറംലോകം കാണാൻ പറ്റിയിട്ടുള്ളത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം. അതിൽ സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. പേരെടുത്ത് പറയാൻ ആരെങ്കിലും വിട്ടുപോകും. കാരണം കൊണ്ട് ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നാട്ടിലെ വിദേശത്ത് നാട് മൊത്തം ഇന്ത്യൻ എംബസിയും നിയമസഭാ കമ്മിറ്റിയുടെ റിയാദിലെയും നാട്ടിലെ എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും മൊത്തത്തില് റഹീംക്കൊക്കെ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? മീൻസ് എല്ലാരും ഒന്നിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ 18 വർഷം വരെ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടുന്നില്ല. പിന്നെ ആ കുടുംബമായിട്ട് നിരന്തരം കോംപ്രമൈസ് നടത്തിയ റിയാദിലെ നിയമസഭാ കമ്മിറ്റികളും അവർ മാപ്പ് നൽകാൻ തയ്യാറായി. പിന്നെ അതിനുശേഷം പണം സ്വരൂപിച്ച ജനങ്ങൾക്കും കമ്മിറ്റികൾക്കും അതിനുശേഷമാണ് പകുതി എനിക്ക് അവിടുന്ന് റിലീസ് ആവും എന്നൊരു പ്രതീക്ഷ വന്നത്. 18 വർഷത്തിന് ശേഷം പേരെടുത്ത് പറയാൻ എന്താ പറയാനുള്ളത്? സന്തോഷം, സമാധാനം തന്നെ. എല്ലാവർക്കും നന്ദി. എൻ്റെ കുട്ടികളൊക്കെ ഇതുകൊണ്ടിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. ഇല്ല, അതിനുള്ള നന്ദി പറയാം, ഒന്നും പറയാൻ. ഒരുപാട് വേദന അനുഭവിച്ചു. ഇപ്പൊ എന്താ ഇപ്പൊ സന്തോഷം. എൻ്റെ കുട്ടിനെ കണ്ടല്ലോ.